നമ്മുടെ വരിക്കച്ചക്കയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു ചക്കയുടെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ചക്ക മിക്സിന്റെ ജാറിലൊന്ന് ഒതുക്കണം കേട്ടോ. ഒതുക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഉരുക്കിയ ശർക്കര അരിച്ചതാണ്. ഇത് ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചക്ക മിക്സിയിൽ ചതച്ചില്ലേ അതിടാം കേട്ടോ. ഇതൊന്ന് ലെവലാവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. ഈ തേങ്ങയും ശർക്കരയും നമ്മുടെ ചക്കയാണത്. ഇത് നമ്മുടെ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടി ചക്കയും കൂടെയാണ്. ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. ഇതാണ് നമ്മൾ അടയിച്ചെടുത്ത് വെച്ച് കേട്ടോ. അതിനകത്ത് ചക്ക ശർക്കരയും തേങ്ങയൊക്കെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിതാക്കിയില്ലേ, നമ്മൾ അരിപ്പൊടി ഇതാക്കിയില്ലേ, അതാണ്. അതെ, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിക്കണം കേട്ടോ. ഇതിനെ നമ്മൾ പരത്താൻ പോവാണ് കേട്ടോ. ഇങ്ങനെ നല്ലോണം പരത്തണം. ഈ വേണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് വെള്ളമാക്കി കണ്ട് ജോയിന്റ് ആക്കട്ടോ. അങ്ങനെ നല്ലോണം പരത്തി വെച്ച ചക്കന്റെ നിങ്ങൾ മടക്കുമ്പോ ഉണ്ടല്ലോ ഇതിന്റെ പുറത്തേക്ക് ഇത് ചക്കന്റെ ഇത് വരരുത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മടക്കുമ്പോ ഉണ്ടല്ലോ ഇതിന്റെ പുറത്തേക്ക് ഇത് ചക്കന്റെ ഇത് വരരുത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇത് കണ്ടില്ലേ. ഇങ്ങനെ ഇനി ഞങ്ങള് വേവിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ പൊതിഞ്ഞ ഇലയുടെ ഇടത് വെന്തിട്ട് കാണിക്കാം. ചക്കയുടെ റെഡിയായിട്ടുണ്ട്. ഹലോ മൈ ഗായ്സ്, ഇന്ന് നമ്മള് കാണിക്കാൻ പോകുന്നത് ചക്കോണ്ടില്ല ഒരു അടിയാണ് കേട്ടോ. ഇത് നമ്മള് ഇലയിലാണ് വെച്ചുണ്ടാക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഇതാ എന്നിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആണല്ലേ. ഒരു സബ്സ്ക്രൈബൊക്കെ തരണം കേട്ടോ. ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ